മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനെ നോളജ് മിഷൻ ഉപദേശകനായി നിയമിച്ചതിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി. വിദഗ്ധരെ ഉപദേശകരായി നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഹർജിക്കാരനായ പായച്ചർ നവാസിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഹർജിക്ക് പിന്നിൽ ദുരുദ്ദേശമാണെന്നായിരുന്നു കോടതി വിമർശനം. മുസ്തഫ വിവരങ്ങളുമായി ചേരുന്നു. മുസ്തഫ, ഇന്ന് കോടതിയിൽ എന്താണ് ഉണ്ടായത്? ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ നോളജ് മിഷന്റെ ഉപദേശകനായി നിയമിച്ചതിനെതിരെയായിരുന്നു പായച്ചർ നവാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് ഒരുപാട് നാളായി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകമായി ഒരു അമിക്കസ് ക്യൂറിയെ വെച്ച് വരെ ഇതിന്റെ വിശദാംശങ്ങൾ കോടതി അന്വേഷിക്കുകയും ചെയ്തതാണ്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് സ്വമേധയാണ്, ഒരു വളണ്ടറി ആണ് അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ വാഹന ഉപയോഗത്തിനും അതോടൊപ്പം തന്നെ ഡ്രൈവർക്കുമുള്ള ബാറ്റ മാത്രമാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടത്. മാത്രമല്ല, ഇത്തരം മുതിർന്ന ആളുകളുടെ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വിദഗ്ധരായ ആളുകളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിൽ ആ രൂപത്തിൽ സർക്കാരിന് അത് ഗുണകരമാവും, പൊതു താല്പര്യത്തിന് ഗുണകരമാവും എന്നുള്ള വാദം ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. അതെന്തായാലും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അത്തരം സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള ഒരു നിരീക്ഷണം കോടതി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഹർജി നൽകിയതിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഇതിൽ, പ്രത്യേകിച്ച് തോമസ് ഐസക്കിന് തന്റെ സ്വന്തം സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ യോഗ്യതകൾ ഉൾപ്പെടെ വിശദീകരിക്കേണ്ട ഒരു ഗതികേട് അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായ സംഭവവും ഈ ഹർജി കാരണമുണ്ടായി. മതിയായ പഠനം നടത്താതെയാണ്. എന്തായാലും ദുരുദ്ദേശപരമാണ് ഹർജി എന്നതുൾപ്പെടെയുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി.